ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള പേപ്പറിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ക്ലാസ് മുതൽ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള മൊഡ്യൂളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളായിട്ട് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ പേപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, അതിലെ ഫസ്റ്റ് മൊഡ്യൂൾ ഇൻവെസ്റ്റ്മെൻറ്റ് മീനിങ് ആൻഡ് കൺസെപ്റ്റ്, ഡെഫിനിഷൻ, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നോക്കാം. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫണ്ട് വിത്ത് ദ എയിം ഓഫ് ഗെറ്റിംഗ് റിട്ടേൺ ഓൺ ഇറ്റ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു ഫണ്ടിനെ നമ്മൾ എംപ്ലോയ് ചെയ്യണം, അതായത് റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു എയിമിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനെ എംപ്ലോയ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ ആ 10 ലക്ഷം രൂപയെ ഞാൻ എംപ്ലോയ് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുകയാണ് വിത്ത് ദ എയിം ഓഫ് ഗെറ്റിംഗ് റിട്ടേൺ ഓൺ ഇറ്റ്. ആ 10 ലക്ഷം രൂപയിൽ നിന്ന് എനിക്ക് റിട്ടേൺ കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആ ഒരു 10 ലക്ഷം രൂപയെ എംപ്ലോയ് ചെയ്യുന്നതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. ഇൻ ജനറൽ ടേംസ് സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ദ യൂസ് ഓഫ് മണി ഇൻ ദി ഹോപ്പ് ഓഫ് മേക്കിംഗ് മോർ മണി. കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള പണത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കയ്യിലുള്ള 10 ലക്ഷം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് അതിൽ കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കുന്നതിന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ രണ്ട് വ്യൂവിൽ അല്ലെങ്കിൽ രണ്ട് ആംഗിളിൽ നിന്ന് നമുക്ക് നോക്കാം. എക്കണോമിക്സിൻ്റെ ആംഗിളിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ പർച്ചേസ് ഓഫ് ഗുഡ് ദാറ്റ് ആർ നോട്ട് കൺസ്യൂംഡ് ടുഡേ ബട്ട് ആർ യൂസ്ഡ് ഇൻ ദി ഫ്യൂച്ചർ ടു ജനറേറ്റ് വെൽത്ത്. എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ എക്കണോമിക് ആംഗിളിലൂടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് ഗുഡ്സ്, ഒരു ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യാണ് ദാറ്റ് ആർ നോട്ട് കൺസ്യൂംഡ് ടുഡേ, അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസ്യൂം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല, പകരം ബട്ട് ആർ യൂസ്ഡ് ഇൻ ദി ഫ്യൂച്ചർ ടു ജനറേറ്റ് വെൽത്ത്. അതായത് ഭാവിയിൽ അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഗുഡ്സിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. സിമ്പിളായിട്ട് എക്കണോമിക്സിൻ്റെ വ്യൂ പോയിൻറ്റിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്ത് ആ ഗുഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഭാവിയിൽ നമ്മളതിൽ നിന്ന് ഇൻകം അല്ലെങ്കിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫിനാൻസിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ വ്യൂ പോയിൻറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റ് നമ്മൾ ബോട്ട് ചെയ്ത് അല്ലെങ്കിൽ ബൈ ചെയ്ത് വാങ്ങിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് ഫിനാൻസിൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഫിനാൻസിൽ നമ്മൾ ചെയ്യുന്ന ഇതാണ്, ഒരു പ്രൈസിന് നമ്മൾ ഒരു ഫിനാൻഷ്യൽ അസറ്റ് വാങ്ങി അത് അതിനേക്കാൾ ഒരു ഹയർ പ്രൈസിന് നമ്മൾ സെയിൽ ചെയ്യണം. ആ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാങ്ങിയ പ്രൈസും അതേപോലെ തന്നെ വിറ്റ പ്രൈസും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഡിഫറൻസാണ് നമ്മൾ അവിടുത്തെ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മളൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് അവിടെ നമ്മൾ റിട്ടേൺ അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഫിനാൻസിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫിനാൻസിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഒരു ഫിനാൻഷ്യൽ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന അത് ബോട്ട് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു. ആ പർച്ചേസ് ചെയ്ത് നമ്മളൊരു ഫ്യൂച്ചർ പീരീഡിൽ അത് നമ്മൾ സെയിൽ ചെയ്യും. ആ സെയിൽ ചെയ്യുന്ന ഒരു ഹയർ പ്രൈസിനായിരിക്കും. അപ്പോൾ ആ ഹയർ പ്രൈസിന് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ആ നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൈസും അതേപോലെ തന്നെ സെയിൽ ചെയ്ത പ്രൈസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ഡിഫറൻസാണ് നമുക്കവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എക്കണോമിക്കിൻ്റെ ഔട്ട്ലുക്ക് പ്രകാരം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്യണം. ആ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പകരം നമ്മൾ ഫ്യൂച്ചറിൽ അതിൽ നിന്ന് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ഡെഫിനിഷനാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഷാർപ്പിൻ്റെ ഡെഫിനിഷനാണ്. ഈ ഷാർപ്പിൻ്റെ ഡെഫിനിഷനാണ് നമുക്ക് കൂടുതൽ പഠിക്കാൻ എളുപ്പം. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് സാക്രിഫൈസ് ഓഫ് സെർട്ടൈൻ പ്രസൻറ്റ് വാല്യൂ ഫോർ സം അൺസെർട്ടൈൻ ഫ്യൂച്ചർ വാല്യൂ. നമ്മളിവിടെ ചെയ്യുന്നത് ഷാർപ്പിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസൻറ്റിലുള്ള ഒരു സെർട്ടൈൻ ആയിട്ടുള്ള വാല്യൂവിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് സാക്രിഫൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു അൺസെർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചർ വാല്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ
അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇന്നൊരു 1000 രൂപയുണ്ട്. ആ 1000 രൂപ എന്നുള്ളൊരു സെർട്ടൈൻ പ്രസൻറ്റ് വാല്യൂ ആണ്. ഈ സെർട്ടൈൻ പ്രസൻറ്റ് വാല്യൂവിനെ ഞാൻ സാക്രിഫൈസ് ചെയ്യുക മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഒരു അൺസെർട്ടൈൻ ഫ്യൂച്ചർ വാല്യൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യുന്നത്. കാരണം ഈ 1000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഈ 1000 രൂപയിൽ നിന്ന് റിട്ടേൺ കിട്ടുമോ, അതേപോലെ തന്നെ ഈ 1000 രൂപ തിരിച്ച് കിട്ടുമോ എന്നൊന്നും നമുക്ക് സെർട്ടൈൻ അല്ല. അതുകൊണ്ടാണ് ഒരു അൺസെർട്ടൈൻ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്കതിൽ നിന്ന് റിട്ടേൺ കിട്ടാം, ചിലപ്പോൾ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ടാണ് അതിനെ അൺസെർട്ടൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് സെർട്ടൈൻ ആയിട്ടുള്ള ഒരു വാല്യൂവിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം ഫോർ സം അൺസെർട്ടൈൻ അൺസെർട്ടൈൻ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ വാല്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഷാർപ്പിൻ്റെ ഡെഫിനിഷനാണ്. അടുത്ത ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എഫ് ആംലിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. എഫ് ആംലിങ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. ഒരു ഫിനാൻഷ്യൽ അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. ദാറ്റ് പ്രൊഡ്യൂസസ് എ ഈൽഡ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഈൽഡ് മീൻസ് റിട്ടേണിനെയാണ് ഈൽഡ് എന്ന് പറയുക. ദാറ്റ് ഈസ് പ്രൊപ്പോർഷനേറ്റ് ടു ദി റിസ്ക് അസ്യൂംഡ് ഓവർ സം ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ്. ഈ ഈൽഡ് അല്ലെങ്കിൽ റിട്ടേൺ എന്തിനെ ബേസ് ചെയ്തായിരിക്കും എന്ന് വെച്ചാൽ അതിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം റിസ്ക് ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടോ, അതേപോലെ തന്നെ എത്ര പീരീഡിനാണോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയാം. അതായത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ റിട്ടേൺ ആണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാന എയിം എന്ന് പറയുന്നത് റിട്ടേൺ തന്നെയാണ്. റിട്ടേണിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. റിട്ടേൺ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുടെ ടോട്ടലിനെയാണ് നമ്മൾ റിട്ടേൺ പറയുക. അതിലിവിടെ ഫസ്റ്റ് വൺ ഈൽഡാണ്, രണ്ടാമത്തെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ്. ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ, നമ്മളൊരു ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ വർഷാവസാനം കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. ഇനി നമ്മൾ ഡിബഞ്ചറിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ബോണ്ടിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ നമുക്ക് പീരിയോഡിക്കൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് രൂപത്തിലൊക്കെ കിട്ടുന്ന റിട്ടേണിനെയാണ് നമ്മൾ ഈൽഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന പ്രൈസും പിന്നെ ആ ഒരു അസറ്റ് നമ്മൾ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള അസറ്റ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രൈസും അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുക. ആ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു ഷെയർ പർച്ചേസ് ചെയ്യണം, 100 രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്യണം. ആ 100 രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്തു 3 വർഷം കഴിയുമ്പോൾ ഞാനൊരു ഷെയർ 300 രൂപക്ക് വിൽക്കുകയാണ്. ഒരു 100 രൂപയുടെ ഷെയർ വാങ്ങി 3 വർഷത്തിന് ശേഷം ഞാൻ ആ ഒരു ഷെയർ 300 രൂപക്ക് വിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അവിടുത്തെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് 200 രൂപയാണ്. കാരണം 100 രൂപക്ക് വാങ്ങിയൊരു സാധനം 300 രൂപക്ക് വിൽക്കുമ്പോൾ അവിടെ ഒരു 200 രൂപ നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതിനെയാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുക. ഇനി ഈ ഷെയറിന് ഓരോ വർഷവും 10 രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ 3 വർഷത്തിന് 30 രൂപ ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കിട്ടിയിട്ടുള്ള ഡിവിഡൻറ്റിനെയാണ് ഈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വർഷത്തിന് ശേഷം എൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അപ്രീസിയേഷനായിട്ട് കിട്ടിയിട്ടുള്ള 200 രൂപയും അതേപോലെ തന്നെ 3 വർഷം കിട്ടിയിട്ടുള്ള ഡിവിഡൻഡ് 10 രൂപ വെച്ച് അങ്ങനെ 30 രൂപ, അങ്ങനെ 230 രൂപയായിരിക്കും എൻ്റെ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത്. റിട്ടേണിനെ നമുക്ക് റിവാർഡ് ടു ദി ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന ഒരു റിവാർഡാണ് ശരിക്ക് റിട്ടേൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് റിസ്ക് ആണ്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിലും റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. പക്ഷേ റിസ്ക് ചില ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതലുണ്ടായിരിക്കും, ചില ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവായിരിക്കും. റിസ്ക് കൂടിയ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഷെയറിൻ്റെ പ്രൈസ് കൂടാനും ചാൻസ് ഉണ്ട്, ഷെയറിൻ്റെ പ്രൈസ് കുറയാനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഡിവിഡൻഡ് കിട്ടുള്ളൂ. അപ്പോൾ ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു റിസ്കി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇനി റിസ്ക് കുറഞ്ഞിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉദാഹരണമാണ് ബാങ്ക് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റൊക്കെ നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡെപ്പോസിറ്റ് നമ്മുടെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാം. അതേപോലെ തന്നെ അതിന് കൃത്യമായി കൊണ്ട് ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും. അതിൽ വളരെ ലോ റിസ്ക് ആണ്. നമുക്ക് റിസ്ക്കും റിട്ടേണും തമ്മിൽ ഒരു
പോസിറ്റീവ് റിലേഷനാണ് എന്ന് പറയാം. കാരണം റിസ്ക് കൂടുന്നതിനനുസരിച്ച് നമുക്ക് റിട്ടേൺ കൂടും, അതേപോലെ തന്നെ റിസ്ക് കുറയുന്നതിനനുസരിച്ച് നമുക്ക് റിട്ടേൺ കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന കാര്യങ്ങൾ ഫസ്റ്റ് വൺ റിട്ടേൺ, രണ്ടാമത് റിസ്ക്, തേർഡ് വൺ സേഫ്റ്റിയാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ നോക്കുന്ന നെക്സ്റ്റ് കാര്യമാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ പ്രൊട്ടക്ഷനെയാണ് നമ്മൾ സേഫ്റ്റി എന്ന് പറയുക. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ എത്ര രൂപയാണോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അതിനെയാണ്, ആ ഒരു എമൗണ്ടിനെയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുക. ഈ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ പ്രൊട്ടക്ഷൻ, അതായത് ആ ഒരു എമൗണ്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിനാണ് സേഫ്റ്റി എന്ന് പറയുക. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള തേർഡ് ഫീച്ചർ അല്ലെങ്കിൽ അതിൻ്റെ തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാൻ സേഫ്റ്റിയാണ്. ഫോർത്ത് വൺ ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞ് ഒരു വസ്തു അതിനെ എത്ര പെട്ടെന്നാണ് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയത്തെയാണ് അതിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുക. എത്രയും പെട്ടെന്ന് നമുക്കതിനെ ക്യാഷാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ പറയുന്നുണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഹൈലി ലിക്വിഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്യാഷ് രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ സെയിൽ ചെയ്യാൻ, അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം, ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകമാണ്. നമ്മൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നടത്തുമ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ആഗ്രഹം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺ കിട്ടണം എന്ന് തന്നെയായിരിക്കും. അങ്ങനെ സ്റ്റേബിൾ റിട്ടേണിന് വേണ്ടി തന്നെയാണ് എല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. സ്റ്റേബിൾ റിട്ടേൺ മാത്രം പോരാ, ആഡിക്വേറ്റ് റിട്ടേൺ കൂടി കിട്ടണം. ആഡിക്വേറ്റ് റിട്ടേൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര രൂപയാണോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അതിന് ആനുപാതികമായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടണം. അപ്പോൾ ഈ ഒരു കാര്യവും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിക്കൊണ്ട് പറയാം. ലാസ്റ്റ് വൺ ടാക്സ് കൺസിഡറേഷനാണ്. ടാക്സ് കൺസിഡറേഷൻ മീൻസ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഗവൺമെൻറ് ടാക്സ് എക്സംഷൻ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ടാക്സ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഗവൺമെൻറ് അതിന് അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിൻ്റെ മുകളിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. അതിന് ടാക്സ് എക്സംഷൻ എന്ന് പറയുക. ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചില ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേണുകൾക്ക് നമ്മൾ ടാക്സ് ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര രൂപക്ക് മാത്രം നമ്മൾ ടാക്സ് അടച്ചാൽ മതിയാവും. അങ്ങനെയൊക്കെ ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഈ ടാക്സ് ബെനിഫിറ്റും ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടേൺ ആണ്, സെക്കൻഡ് വൺ റിസ്ക് ആണ്, തേർഡ് വൺ സേഫ്റ്റി, ഫോർത്ത് വൺ ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റി, ഫിഫ്ത്ത് വൺ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം ആൻഡ് സിക്സ്ത് വൺ ടാക്സ് കൺസിഡറേഷൻ. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ നോൺ സെക്യൂരിറ്റൈസ്ഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്, തേർഡ് വൺ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രധാനമായിക്കൊണ്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് നമ്മൾ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. അതായത് ഒരു ടാഞ്ചിബിൾ അസറ്റിൽ, ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനൊക്കെ പറ്റുന്നതിനാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുക. ടാഞ്ചിബിൾ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനാണ് റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. ടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണമായിക്കൊണ്ട് നമുക്ക് പറയാം റിയൽ എസ്റ്റേറ്റ്, അതേപോലെ തന്നെ ഗോൾഡ്, സിൽവർ, പ്രഷ്യസ് സ്റ്റോൺസ്, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഇതിലൊക്കെ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പണ്ട് മുതലേ ഉള്ള അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഓർ എനിത്തിങ് പെർമനൻ്റ്ലി അഫിക്സ്ഡ് ടു ദി ലാൻഡ്. ഭൂമിയോ അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മൾ പെർമനൻ്റ്ലി ഫിക്സ് ചെയ്ത് വെച്ച ഒരു കാര്യത്തെയാണ് നമ്മൾ എന്താ പറയുക റിയൽ എസ്റ്റേറ്റ്, അല്ലെങ്കിൽ ഇന്ന ഭൂമിയോ അതിൽ നമ്മൾ പെർമനൻ്റ്ലി അഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ റിട്ടേൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിരിക്കും.
ഒരു പ്രൈസിന് നമ്മൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ലാൻഡ് ഓർ ബിൽഡിംഗ് നമ്മൾ പർച്ചേസ് ചെയ്യും. നമ്മളത് സെയിൽ ചെയ്യുന്ന ഒരു ഹയർ പ്രൈസിനായിരിക്കും. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൈസും അതേപോലെ തന്നെ സെയിൽ ചെയ്ത പ്രൈസും അത് തമ്മിൽ ഡിഫറൻസ്, അതാണ് നമ്മളവിടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ആ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിരിക്കും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലെ റിട്ടേൺ എന്ന് പറയുന്നത്. നമ്മളവിടെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഉദാഹരണമായിക്കൊണ്ട് ലാൻഡ്, റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിനൊക്കെ നമ്മളവിടെ ഉദാഹരണമായിക്കൊണ്ട് പറയും. സെക്കൻഡ് വൺ കമ്മോഡിറ്റീസ് ആണ്. കമ്മോഡിറ്റീസ് പറയുന്നതിന് മുമ്പ് ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കൊരിക്കലും മൊബൈൽ, അതായത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് ഒരു ലാൻഡ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ ബിൽഡിംഗ് ആയാലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് അത് ഫിക്സ്ഡാണ്, ഭൂമിയിൽ ഫിക്സ്ഡാണ്. അതുകൊണ്ടാണ് അതിനെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും, അതൊരു എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗുഡ്സിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനാണ് കമ്മോഡിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പെർഫെക്റ്റ്ലി മൊബൈലായിട്ടുള്ള ഒരു സാധനത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് കമ്മോഡിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. കമ്മോഡിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ റിട്ടേൺ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഈ ഗുഡ്സിൻ്റെ പ്രൈസ് അതിൻ്റെ സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡിനും സപ്ലൈക്ക് അനുസരിച്ച് അതിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രൈസിൽ വരുന്ന ചേഞ്ച് ആയിരിക്കും അവിടുത്തെ റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ കമ്മോഡിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിന് എക്സാമ്പിൾ ആയിക്കൊണ്ട് അയൺ, കോപ്പർ, ഓയിൽ, ഷുഗർ, കോഫി എക്സെട്ര ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ കമ്മോഡിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു അയണിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, ഇരുമ്പിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. ഒരു 10 കിലോ, ചെറിയ ഉദാഹരണം പറഞ്ഞാൽ 10 കിലോ ഇരുമ്പ് നമ്മൾ വാങ്ങി, അതിനൊരു കിലോക്ക് 60 രൂപ വെച്ചിട്ട് വാങ്ങി. അങ്ങനെ 600 രൂപ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു 600 രൂപക്ക് വാങ്ങി. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ വില ഒരു 60 നിന്ന് 70 മാറുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിൽക്കും. ഈ 60 രൂപയുടെ അയൺ നമ്മൾ വിൽക്കുകയാണ്. അങ്ങനെ 70 രൂപയാകുമ്പോൾ വിൽക്കുമ്പോൾ നമുക്ക് 700 രൂപ കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ 600 രൂപക്ക് വാങ്ങിയൊരു സാധനം 700 രൂപക്ക് വിൽക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു 100 രൂപ ലാഭം ഉണ്ടായിരിക്കും. അതും ക്യാപിറ്റൽ അപ്രീസിയേഷൻ പോലെ തന്നെയാണ്. ആ ഒരു പ്രോഫിറ്റിനാണ് 600 നിന്ന് 700 അല്ലെങ്കിൽ 100 രൂപ പ്രോഫിറ്റിനാണ് നമ്മൾ ഇവിടുത്തെ റിട്ടേൺ ആയിക്കൊണ്ട് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ബുള്ളിയൻ ആണ്. അതായത് റിയൽ ഇൻവെസ്റ്റ്മെൻറ്റിലെ മൂന്നാമത്തെ ടൈപ്പാണ് ബുള്ളിയൻ എന്ന് പറയുന്നത്. ഇതൊരു കമ്മോഡിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പോലെ തന്നെയാണ്. ഇതും പെർഫെക്റ്റ്ലി മൊബൈലായിട്ടുള്ള. പക്ഷേ ബുള്ളിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ബുള്ളിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രഷ്യസ് ആയിട്ടുള്ള പ്രഷ്യസ് മെറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനാണ് നമ്മൾ ബുള്ളിയൻ എന്ന് പറയുക. അതായത് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം മുതലായിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ ബുള്ളിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. ലാസ്റ്റ് വൺ ആർട്ടാണ്. ആർട്ട് മീൻസ് ഇൻവെസ്റ്റ് ഇൻ വിച്ച് ഹാസ് ബീൻ ആക്സെപ്റ്റൻസ് അറൗണ്ട് ദി വേൾഡിൽ ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ ആർട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പിക്കാസോൻ്റെ പിക്ചറിനൊക്കെ നമുക്ക് വേൾഡിൽ ആക്സെപ്റ്റൻസ് ഉള്ള കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആർട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പറയുക. ഈ ആർട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ഹൈ റിസ്ക്കിയാണ്, അല്ലെങ്കിൽ എക്സ്ട്രീംലി റിസ്ക്കിയാണ്. നമ്മൾ ആർട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എക്സ്ട്രീംലി റിസ്ക്കിയാണ്. കാരണം അങ്ങനെയുള്ളൊരു വേൾഡിൽ ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് നമുക്ക് സെയിലായി പോവോ അല്ലെങ്കിൽ നമുക്കതൊരു ലിക്വിഡാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നമ്മൾ മറ്റൊരാൾക്ക് വിറ്റ് അതിൽ നിന്ന് നമുക്കൊരു കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ആർട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് പറയാം. പക്ഷേ അതൊരു എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് അൺസെർട്ടൈൻ ആണ്. അതുകൊണ്ട് ഒരു ഹൈ റിസ്കി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ആർട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മുകളിൽ നേരത്തെ പറഞ്ഞ തേർഡ് വൺ പറഞ്ഞ ബുള്ളിയൻ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് നമ്മൾ പറഞ്ഞു അതൊരു ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ പ്രഷ്യസ് മെറ്റൽസ് എന്ന് പറയുന്നത് പ്രഷ്യസ് മെറ്റൽസിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ നമ്മൾ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞു. അതിൽ രണ്ടാമത്തതാണ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഫ്രീലി നെഗോഷ്യബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റിനെ ആണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ് അത് ട്രേഡ് ചെയ്യാനും നെഗോഷിയേറ്റ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റിനെയാണ് നമ്മൾ അതിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. അതിനെ ഒരു 2-3 തരത്തിൽ നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 3 ഫോംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ബോണ്ടാണ്. ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ ബോണ്ടിന് ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്കതിൽ ഓരോ വർഷവും നമുക്കൊരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അതേപോലെ തന്നെ ഒരു ഫിക്സ്ഡ് പീരീഡ് ഓഫ് മെച്യൂരിറ്റി ഉണ്ടായിരിക്കും. മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫിക്സ്ഡ് മെച്യൂരിറ്റി ഒരു ഇത്ര കാലത്തിനെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. ഒരു 5 വർഷമാകും, 10 വർഷമാകും, ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കും. ആ മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്കതിൻ്റെ എമൗണ്ട് തിരിച്ചു കിട്ടും. അതേപോലെ തന്നെ ലോ റിസ്ക്കിയാണ്. അതായത് ബോണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് പറഞ്ഞാൽ ഒരു ലോ റിസ്ക്കിയാണ്. അതുകൊണ്ട് തന്നെ ലോ റിട്ടേൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസ്ക് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസ്ക്കും റിട്ടേണും തമ്മിലൊരു പോസിറ്റീവ് റിലേഷനാണ്. അതായത് ഇവിടെ ലോ റിസ്ക് ആയതുകൊണ്ട് തന്നെ ലോ റിട്ടേണും ആയിരിക്കും. അതേപോലെ സെക്കൻഡ് വൺ ഇക്വിറ്റീസാണ്. ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇക്വിറ്റി ഷെയറൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് ഇക്വിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ ഇക്വിറ്റി ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഈ ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറും. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഓണേഴ്സ് ആയിക്കൊണ്ട് മാറും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ബോണ്ടിൽ പറഞ്ഞ പോലെ അവിടെ ഒരു അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഷെയറിൽ അല്ലെങ്കിൽ ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്കവിടെ ഒരു അഷ്യൂർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഉറപ്പുള്ള ഒരു റിട്ടേൺ നമുക്കവിടെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിനേക്കാൾ കൂടുതൽ റിസ്ക് ഉണ്ട് എന്ന് പറയും. ഓക്കെ, അതായത് ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിൽ അല്ലെങ്കിൽ ബോണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനേക്കാൾ കൂടുതൽ റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. ലാസ്റ്റ് വൺ മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റർ ഡയറക്റ്റായിക്കൊണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. മ്യൂച്വൽ ഫണ്ട് എന്ന് നമുക്ക് എന്താണെന്നറിയാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഏജൻസിയാണ്. അവർക്ക് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അവർക്ക് കൊടുക്കുകയാണ്. അവർ ഈ മ്യൂച്വൽ ഫണ്ട് അവർ ചെയ്യുന്നത് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അത് നമുക്ക് തിരിച്ചു തരും ചെയ്യും. ശരിക്കും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അവർ നമുക്കിടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിന്നുകൊണ്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് അവർ തരികയാണ് ചെയ്യുന്നത്. അതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അതാണ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ 3 തരത്തിലാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ബോണ്ട്, ഇക്വിറ്റീസ്, മ്യൂച്വൽ ഫണ്ട്, ഇങ്ങനെ 3ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലാസ്റ്റ് വൺ നോൺ സെക്യൂരിറ്റൈസ്ഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീലി ട്രാൻസ്ഫറബിൾ ആൻഡ് നെഗോഷ്യബിൾ ആണ്. അതായത് ഫിനാൻഷ്യൽ അസറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനും നെഗോഷിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളതിനാണ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. ഇനി ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടാനോ പറ്റാത്തത്, അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫിനാൻഷ്യൽ അസറ്റുകളുണ്ടായിരിക്കും. അതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ നോൺ സെക്യൂരിറ്റൈസ്ഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുക. അതായത് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ്. നമ്മളിപ്പോൾ നമ്മുടെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെപ്പോസിറ്റ് നമുക്ക് മറ്റൊരാളുടെ പേരിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. നമുക്കത് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റാനൊക്കെ പറ്റും, പക്ഷേ അതൊരു സെയിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കാര്യം പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ല. അതേപോലെ തന്നെ ഉദാഹരണങ്ങൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്, പ്രോവിഡൻറ്റ് ഫണ്ട്, നാഷണൽ സേവിങ് സ്കീംസ്, ലൈഫ് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളെ നമ്മൾ ഷെയർ നമ്മൾ സെയിൽ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഡിബഞ്ചർ സെയിൽ ചെയ്യുന്ന പോലെ, ബോണ്ട് സെയിൽ ചെയ്യുന്ന പോലെ നമുക്ക് ഇത് നമ്മുടെ ഓണർഷിപ്പിൽ നിന്ന് ഒരാളിലേക്ക് നമുക്ക് ഓണർഷിപ്പ് കൈമാറാനും നെഗോഷിയേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ് നോൺ സെക്യൂരിറ്റൈസ്ഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുക. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യണം നമ്മുടെ ക്ലാസ് എന്ന് ആകെ എടുത്തിട്ടുള്ള എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസെപ്റ്റ്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കുന്നതിനാണ് ജനറലി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ
ഇൻവെസ്റ്റ്മെൻറ്റ് ഡെഫിനിഷൻ നോക്കി, ഷാർപ്പിൻ്റെ ഡെഫിനിഷൻ നോക്കി. ഷാർപ്പിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് നമ്മൾ സെർട്ടൈൻ ആയിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ സാക്രിഫൈസ് ചെയ്യാൻ ഫോർ അൺസെർട്ടൈൻ ഫ്യൂച്ചർ വാല്യൂ. അൺസെർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചർ വാല്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. പിന്നെ അടുത്തത് നമ്മൾ നോക്കിയിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളതിൽ കണ്ടു. റിട്ടേൺ, റിസ്ക്, സേഫ്റ്റി, ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റി ആൻഡ് നെക്സ്റ്റ് ടാക്സ് കൺസിഡറേഷൻ. അതേപോലെ തന്നെ നമ്മൾ സ്റ്റേബിൾ റിട്ടേൺ അല്ലെങ്കിൽ സ്റ്റേബിളായിട്ടുള്ള ഇൻകം. അതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നോക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ് നോക്കിയത്. ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത്, ഫസ്റ്റ് വൺ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ആൻഡ് തേർഡ് വൺ നോൺ സെക്യൂരിറ്റൈസ്ഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്. റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ അസറ്റുകൾ അല്ലെങ്കിൽ ടാഞ്ചിബിൾ അസറ്റുകൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനാണ് റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ 4 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് റിയൽ എസ്റ്റേറ്റ്, സെക്കൻഡ് വൺ കമ്മോഡിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, തേർഡ് വൺ ബുള്ളിയൻ ആൻഡ് ഫോർത്ത് വൺ ആർട്ട്. സെക്കൻഡ് വൺ നമ്മൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. ഈ ഫിനാൻഷ്യൽ അസറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ട്രേഡബിൾ ആണ്, അത് നെഗോഷ്യബിൾ ആണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ തേർഡ് ടൈപ്സ് പറയുന്നത് നോൺ സെക്യൂരിറ്റൈസ്ഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ആണ്. ഇതും ശരിക്കും ഫിനാൻഷ്യൽ അസറ്റുകൾ തന്നെയാണ്. പക്ഷേ ഈ ഫിനാൻഷ്യൽ അസറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, ട്രേഡ് ചെയ്യാൻ പറ്റില്ല, സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ്, നോട്ട് നെഗോഷ്യബിൾ അല്ല എന്നുള്ളത് നമ്മളതിൽ നോട്ട് എഴുതിയിട്ടുള്ള നെഗോഷ്യബിൾ എന്നുള്ളതാണ്. നോട്ട് ട്രേഡബിൾ, നോട്ട് ട്രാൻസ്ഫറബിൾ, നോട്ട് നെഗോഷ്യബിൾ എന്നാണ്. അതിൽ മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഫിനാൻഷ്യൽ അസറ്റുകളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, താങ്ക് യു.